അയർലൻഡിലെ 2 മാസത്തെ സിംഗിൾ പ്രസംഗ ലൈഫിന് ശേഷം ഞാൻ തിരിച്ച് വീണ്ടും നാട്ടിലെത്തി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ നാട്ടിൽ ലീവിന് വന്നിട്ട് തിരിച്ചു ഒറ്റയ്ക്കാണ് പോയത്. ചിപ്പിയും കുഞ്ഞൂസിനെയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നത്. ഒരാഴ്ചത്തെ ആനുവൽ ലീവ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ നാട്ടിൽ വന്നത്. അത് 4 ദിവസം യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോകും, പിന്നെ 3 ദിവസം നാട്ടിലുണ്ടായിരുന്നു. ഞാൻ നാട്ടിലെത്തിയ അന്നായിരുന്നു വീടിൻ്റെ അടുത്തുള്ള അയ്യപ്പൻ കോവിലിൻ്റെ ഉത്സവത്തിൻ്റെ അവസാന ദിവസം. അന്ന് ഗാനമേളയും കമ്പക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം അനിയത്തിയുടെ മൂത്ത മകളുടെ ഋതുമതി ചടങ്ങായിരുന്നു. രാവിലെ ഋതുമതി ചടങ്ങെല്ലാം കഴിഞ്ഞ ശേഷം അനിയത്തിയുടെ ഇളയ മകളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് ഈവനിങ്ങിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയത് ഞാനാണ്. റൈസും ചിക്കൻ കറിയായിരുന്നു. വൈകുന്നേരം കേക്ക് കട്ടിങ്സ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരുടെ ആട്ടവും പാട്ടുമായിരുന്നു. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവർക്ക് ഡാൻസ് മസ്റ്റാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിഷു ആയിരുന്നു. നമ്മൾ വീട്ടിൽ വിഷുക്കണിയൊക്കെ ഒരുക്കി രാവിലെ അമ്പലത്തിലൊക്കെ പോയി. അതിൻ്റെ പിറ്റേ ദിവസം പതിവ് പോലെ കൂട്ടുകാരന്മാർ എയർപോർട്ടിൽ കൊണ്ടാക്കി. അങ്ങനെ ഞാൻ അയർലൻഡിൽ നിന്ന് ഒരാഴ്ചത്തെ ലീവ് എടുത്ത് ചിപ്പിനെയും കുഞ്ഞൂസിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്ന കുഞ്ഞു വീഡിയോസാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. എൻ്റെ ഡ്യൂട്ടി ഉള്ള ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ 5 പാർട്ടായിട്ടാണ് ചെയ്തത്. ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. ഒരുപാട് സന്തോഷം. ഇത്രയും റീച്ച് ആവുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. ജോബ് വേക്കൻസിയുടെ കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. കാണുന്ന മെസ്സേജിനൊക്കെ എനിക്ക് അറിയുന്നത് പോലെ ഞാൻ മാക്സിമം റിപ്ലൈ അയക്കുന്നുണ്ട്. ആർക്കെങ്കിലും റിപ്ലൈ അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും 1000 നന്ദി. അയർലൻഡിൽ നിന്ന് ഒരാഴ്ചത്തെ ലീവ് എടുത്ത് നാട്ടിൽ പോയിട്ട് വന്ന അംഗത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനിയുള്ള വീഡിയോസിൽ വരുന്നത്. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കില്ല. വളരെ കുറച്ച് മാത്രം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ആയെങ്കിൽ അത് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ്. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും 1000 നന്ദി. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.